ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നാദിക. അപ്പോൾ നമ്മൾ ഒരുപാട് നാളെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതിശക്തമായി നമ്മളിത് ഇനി തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ആക്സിഡൻ്റൊക്കെ ആയി കിടപ്പിലായിരുന്നു. 6 മാസം ബ്രസ്റ്റൊക്കെ പറഞ്ഞതായിരുന്നു ഡോക്ടർ. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 months കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മളിപ്പോൾ വ്ലോഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ വിദേശത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ദുബായിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മളുടെ വരാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ദുബായിലായിരിക്കും. ഞാനൊരു 15 days ദുബായിലുണ്ടാവും. അപ്പോൾ നമുക്ക് മാക്സിമം അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടെ ഉണ്ടാവില്ലേ? സോ അങ്ങനെ ഞാനിതാ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഗായ്സ്. അപ്പോൾ എൻ്റെ സിസ്സായിരുന്നു നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത്. 25 minutesോളം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായ ബോറടിപ്പിക്കുന്ന ഒരു യാത്രയ്ക്ക് ശേഷം ഞാനിതാ ദുബായിൽ ലാൻഡ് ചെയ്തു ഗായ്സ്. നമ്മളൊരു അടിപൊളി മട്ടൻ ബിരിയാണി നമ്മളുടെ തലശ്ശേരിക്കാരുടെ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചു. നേരെ ഇന്ന് റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേൾഡിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ഉള്ള ദുബായിൽ ലുലു മാളിലുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പോയതായിരുന്നു കേട്ടോ. ഞാൻ 3 years ബാക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ കൊറോണ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഞാൻ പുറത്ത് പോയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യുഎഇയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ ഫിഷ് മാർക്കറ്റിലാണ് വന്നത് കേട്ടോ. ഫസ്റ്റ് വ്ളോഗ് മീനിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. സോ ഇവിടുത്തെ വെറൈറ്റി മീനുകൾ ഉണ്ട്. ആകെ വായം പൊളിച്ച് നടക്കുകയാണ്. കാരണം നമുക്ക് നാട്ടിൽ തന്നെ നമ്മളിങ്ങനെ മീൻ മാർക്കറ്റിൽ പോയാൽ ഇത്രയും വെറൈറ്റി ഓഫ് ഫിഷസ് കാണാൻ പറ്റില്ല. സോ ഇന്ന് ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആകെ ബോധം പോയ അവസ്ഥയിലായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് ഒട്ടുമിക്ക നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പിന്നെ കുറേ വീഡിയോസൊക്കെ ആൾക്കാർ ചെയ്യുന്നല്ലേ. സോ നമ്മളുടെ ചാനലിലൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഭയങ്കരമായിട്ട് ഇത്രയും വൃത്തിയിൽ ഒരു AC സിറ്റുവേഷനിൽ ഒരു ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകൾ കണ്ട് നേരെ റൂമിലേക്ക് പോകണം. കാരണം നല്ല ടയേർഡ് ഉണ്ട്. നമ്മൾ പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എനിക്ക് 6 മണിക്ക് എയർപോർട്ടിനുള്ളിൽ കയറണമായിരുന്നു. സോ 3 o'clock തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ടയേർഡാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പേരെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കണ്ട് കിളി വാരി നടക്കുകയാണ് ഗൈസ് ഞാൻ.
സോ ഗൈസ്, ഇപ്രാവശ്യത്തേക്ക് ഞാൻ നിങ്ങളോടൊരു എക്സ്ക്യൂസ് ചോദിക്കുകയാണ്. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എടുത്തു വന്നപ്പോൾ ഒരുപാട് വീഡിയോസ് ആയി. അപ്പം ഞാൻ വിചാരിച്ചത് അതൊരു ലെങ്തി വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ക്രോപ്പ് ചെയ്ത് വന്നപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് ഭയങ്കരമായിട്ട് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ക്ഷമിച്ചു തരാം. ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ നന്നായിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ദേറയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് തീർത്ത് നേരെ ജബൽ അലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജബൽ അലിയിൽ നമ്മളൊരു കുട്ടിപ്പട്ടാളത്തിനെ കാണാനുണ്ട്. അവനൊന്ന് പോയി കാണണം. സർപ്രൈസ് ആയിട്ട് പോവാണ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ എനിക്ക് സർപ്രൈസ് തരാതിരുന്നാൽ ഭാഗ്യം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ തൊട്ട് നമ്മൾ ദുബായ് മൊത്തം കറങ്ങി നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കണ്ട കാഴ്ചകളാണെങ്കിലും നമ്മളെ ചാനലിലൂടെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.